സാറേ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ച ചെയ്യുന്ന ഒന്നാണ് ജോസ് കെ മാണി LDF വിടുമോ, UDF വരുമോ എന്ന തരത്തിൽ മാധ്യമങ്ങൾ കഴിഞ്ഞ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളും ഏഹ്, അച്ചടി മാധ്യമങ്ങളും വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 12 സീറ്റാണ് LDF കൊടുത്തത്. അവർക്ക് 5 സീറ്റിൽ മാത്രമേ നേടാനായുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഐഷ പോറ്റി, ഇപ്പോൾ CPM-ൻ്റെ 3 തവണ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച ഐഷ പോറ്റി വന്നിരിക്കുന്നു. VD സതീശൻ ഇപ്പോൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വിസ്മയങ്ങളും ഉണ്ടാവും, LDF-ൽ നിന്നും NDA-യിൽ നിന്നും പല കക്ഷികളും UDF വരുമെന്ന് പറയുന്നു. അതിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ RJDയും അസ്വസ്ഥമാണെന്ന് പറയുന്നു. ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയായ RJDയും അസ്വസ്ഥമാണെന്ന് പറയുന്നു. 2 ദിവസം മുമ്പ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പരിപാടി, LDF-ൻ്റെ പരിപാടിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ പരിപാടിയിൽ മുഖ്യമന്ത്രി രാപ്പകൽ ആ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ ജോസ് കെ മാണി വിട്ടുനിന്നു, ഒപ്പം തന്നെ ശ്രേയാംസ് കുമാറും വിട്ടുനിന്നു. അതിൽ ജോസ് കെ മാണി പറയുന്നത് താൻ വിദേശത്തായതിനാലാണെന്നാണ് പറയുന്നത്. പക്ഷേ ക്രൈസ്തവ സഭകളുടെ എതിർപ്പ്, ക്രൈസ്തവ സഭകളെല്ലാം UDF ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം പോകണമെന്ന ഒരു വികാരം ക്രൈസ്തവ നേതാക്കൾക്കിടയിലുണ്ട്, ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് പാമ്പ്ളാനി പിതാവൊക്കെ അതിന് അനുകൂലമായ പച്ചക്കൊടി വീശുകയും ചെയ്തു. നമുക്കറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മധ്യമേഖലയിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട പോലുള്ള മേഖലയിൽ കോൺഗ്രസിന് UDF-ന് മികച്ച നേട്ടമാണ് ഉണ്ടായത്. കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ പാലാ നഗരസഭ ഉൾപ്പെടെയുള്ള മേഖലയിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞുമില്ല. ബിജു പുള്ളിക്കണ്ടത്തിൻ്റെ പിന്തുണയിലാണ് ഇപ്പോൾ ഭരിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എം മുന്നണി വിടാൻ സാധ്യതയുണ്ടോ? UDF ഒരു വിസ്മയമായി കടന്നു വരാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ അവസാനത്തെ വരെയുള്ള നീക്കങ്ങൾ പ്രകാരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ലെവലിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം 11 മണിക്ക് അരമണിക്കൂറിനുള്ളിൽ നടക്കും, ജോസ് കെ മാണിയുടെ. പക്ഷേ ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇല്ലാതെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തും പത്തനംതിട്ട, ഇടുക്കിയും സമ്പൂർണ്ണ വിജയമാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാല അവരുടെ കേന്ദ്രം കഴിഞ്ഞ തവണ തന്നെ നഷ്ടപ്പെട്ടു. ജോസ് കെ മാണി എന്ന് പറയുന്ന ആൾക്ക് അവരുടെ ആസ്ഥാനം, അതായത് റോമിലെ പോപ്പിന്റെ ആസ്ഥാനം റോം എന്ന് പറയുന്ന പോലെ ഇവിടെ അവരുടെ ആസ്ഥാനം എവിടെയാണ്? പാലയാണ്. പാല നഷ്ടപ്പെട്ട കപ്പിത്താനാണ് ആര്? ജോസ് കെ മാണി. അപ്പോൾ എവിടെയും ഒരു ഗ്രിപ്പില്ലാതെ നിൽക്കുമ്പോഴാണ് ഇപ്പം UDF അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നതും. ഇയാൾ കുഞ്ഞാലിക്കുട്ടിയുടെ കാൽക്കൽ വീണിട്ട് എങ്ങനെയെങ്കിലും നീ ഞങ്ങളെന്ന് കേരള കോൺഗ്രസിനെ എങ്ങനെയും കരകയറ്റി തരണം. സോണിയാഗാന്ധിയുമായിട്ടും അനൗദ്യോഗികമായ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും പച്ചക്കൊടി കാണിച്ചു. പക്ഷേ PJ ജോസഫിന്റെ പാർട്ടിക്ക് എതിർപ്പുള്ളതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ കാൽക്കൽ വീണ് ജോസ് കെ മാണി കരഞ്ഞു എന്നും, അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് VD സതീശനോടും അത് രമേശ് ചെന്നിത്തലയോട് അവതരിപ്പിക്കുന്നതെന്നും KC വേണുഗോപാൽ, എന്നിട്ട് അവർ സോണിയാഗാന്ധിനോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ജോസ് കെ മാണി അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സത്യത്തിൽ ജോസ് കെ മാണി ആർക്കും വേണ്ടാത്ത മുടക്കാച്ചരക്കാണ്. ആ മുടക്കാച്ചരക്കിനെ എടുത്ത് തലയിൽ വെച്ചാൽ വേലിയിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിടുന്ന മാതിരി അനുഭവമായിരിക്കും ഈ ജോസ് കെ മാണിയെ ഇപ്പോൾ UDF കൊണ്ടുവന്നത്. കാരണം അദ്ദേഹത്തോടുള്ള എതിർപ്പ് കൂടിയാണ് പാലയിലടക്കം വോട്ടായി മാറിയത്. ഇന്ന് വരെ ഒരു സ്റ്റാൻഡില്ലാത്ത, രാഷ്ട്രീയത്തിൽ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് ജോസ് കെ മാണി. അപ്പോൾ ആ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിനെ മൊത്തത്തിൽ കൊണ്ടുവന്നാൽ UDF ഭയങ്കര നഷ്ടമായിരിക്കും. ജോസ് കെ മാണീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കേരള കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ 5 പേര് MLA-മാരുണ്ട്. ഈ 5 പേരും റോഷി അഗസ്റ്റിൻ്റെ ഇടുക്കിയിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDF-നുള്ളത്. ഇത്തവണ പ്രമോദിൻ്റെ റാന്നിയിൽ 10,000, പ്രമോദ് നാരായണ മണ്ഡലത്തിൽ റാന്നിയിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. പിന്നെ ജോബ് ചങ്ങനാശ്ശേരിയിൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF-ന്. ജയരാജന്റെ മണ്ഡലത്തിൽ മാത്രമാണ് UDF പിന്നോട്ട് പോയത് 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പിന്നെ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF പൂഞ്ഞാറിൽ. അപ്പോൾ ഈ 5 മണ്ഡലങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ആകെ പ്രശ്നമുള്ളത്. അപ്പോൾ ജോസ് കെ മാണി ഒഴിവാക്കിക്കൊണ്ട് ഈ 5 പേരും കൂടെ മറുകണ്ഠം ചാടുന്നു, UDF വരുന്നു എന്നുള്ള കൃത്യമായ അറിവ് കിട്ടിയവിടെ തന്നെ
മൊത്തത്തിൽ ജോസ് കെ മാണി ഒറ്റപ്പെടും എന്നുള്ളത് മനസ്സിലാക്കി ജോസ് കെ മാണി എന്ത് ചെയ്തു? പക്ഷെ പിളരാനുള്ള സാധ്യത എത്രത്തോളം? കാരണം റോഷി അഗസ്റ്റിനും പ്രമോദും ഇടഞ്ഞു നിൽക്കുക എന്നാണ് അതിന് കാരണം ഇടഞ്ഞു നിൽക്കല്ലായിരുന്നു. അവര് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ 5 പേരും കൂടെ 5 MLA സ്ഥാനം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ UDFനെ സമീപിക്കുകയും UDF ധാരണയിലെത്താനുള്ള അവസരം വരികയും ഈ സമയത്താണ് ജോസ് കെ മാണി കുഞ്ഞാലിക്കുട്ടിയുടെ കാൽക്കിൽ വീഴുകയും കുഞ്ഞാലിക്കുട്ടി വഴി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? 2 പേര് റോഷി അഗസ്റ്റിൻ അങ്ങനെ ജോസ് കെ മാണി വരികയാണെങ്കിൽ എന്താവും? ജോസ് കെ മാണി മന്ത്രിയാവും, റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം കിട്ടില്ല. 12 സീറ്റൊക്കെ കൊടുക്കുകയായിരിക്കും. പക്ഷേ 2 കാര്യങ്ങളാണ് UDFനെ ബാധിക്കാൻ പോണത്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന വാർത്തയെ കണ്ടത് അവർ UDF മുന്നോട്ട് വെക്കുന്നത് 9 സീറ്റാണെന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ LDF കൊടുത്തത് 12 സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തത്. പക്ഷെ അത്രയും സീറ്റ് കൊടുക്കില്ല, 9 സീറ്റിലേക്ക് ചുരുക്കുമെന്ന തരത്തിലാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാഷ്ട്രീയത്തിൽ ഇതുവരെ ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ കണ്ണിഷ്ടിച്ചാൽ കണ്ടുവിടാം. അതല്ല കേരള കോൺഗ്രസ് അണികൾക്ക് പോലും കണ്ണിഷ്ടിച്ചാൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, ഇഷ്ടമില്ലാത്തതാണ് പാലയിൽ വൻപം ഭൂരിപക്ഷത്തിന് മാണി സി കാപ്പ വിജയിച്ചത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് കോട്ടയം മുഴുവനുണ്ട്. അതുകൊണ്ടാണ് കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും UDFനിലേക്ക് ഈ കേരള കോൺഗ്രസ്സുകാർ പോയത്. അങ്ങനെയുള്ള സ്ഥലത്ത് ജോസ് കെ മാണി എന്ന് പറഞ്ഞ വിഴുപ്പ് മാണത്തെ, അതായത് KM മാണിയെ അടിച്ച, അതായത് മുഖത്തടിച്ച, ഭക്ഷണം പോലും കൊടുക്കാത്ത, ചായ പോലും കൊടുക്കാത്ത ഒരാളാണ് അവസാനം നരകിപ്പിച്ചാണ് അയാൾ ജീവിതം കളഞ്ഞത്. അങ്ങനെയുള്ള ജോസ് കെ മാണി ഇതിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ 12 സീറ്റ് ഉണ്ടല്ലോ, ഈ 12 സീറ്റിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തരായ ആളുകൾക്ക് കോൺഗ്രസ്സുകാർക്ക് 7 സീറ്റ് നഷ്ടപ്പെടുകയാണ്. 5 സീറ്റ് ഇവർ വരികയാണ്. KM മാണീൻ്റെ ആ 5 പേരും കൂടെ ഒരുമിച്ച് വന്ന് 5 സീറ്റ് കൊടുത്താൽ 7 സീറ്റ്, ആ സീറ്റ് ഉറപ്പാണ്. കൂടാതെ അവരുമായി ബന്ധപ്പെടുന്ന വോട്ടുകളും UDFിലേക്ക് വരും. KM മാണിയും ജോസ് കെ മാണിക്ക് ഒരു വോട്ടില്ല, അതാണല്ലോ പാല തെളിയിക്കുന്നത്. അപ്പോൾ ഈ 5 പേരെ മാത്രം എടുത്തുകൊണ്ട് ശരിക്കും മുന്നോട്ട് പോയിരുന്നെങ്കിൽ യാതൊരു പ്രശ്നം UDFന് ഉണ്ടാവുന്നില്ല. അതേസമയത്ത് ഇവരെ എടുത്ത് ജോസ് കെ മാണീനെ അടക്കം കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർ മറച്ചു കുത്താൻ സാധ്യത വരും, CPMലേക്ക് മറച്ചു കുത്താൻ സാധ്യത വരും. കാരണം രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ഒരു തരത്തിലും അധ്വാനിക്കാതെ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാത്തൊരു മനുഷ്യനാണ് ജോസ് കെ മാണി. റബ്ബർ വലിയോ അവിടെ കർഷകരുടെ പ്രശ്നങ്ങളോ മൃഗങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം ഇതുവരെ തൊട്ട് നോക്കിയില്ല, ഒന്നും നേടിക്കൊടുത്തിട്ടില്ല. ഈ 5-10 വർഷം കൊണ്ട് പിണറായി ഭരണത്തിൽ ഒന്നും നേടിക്കൊടുക്കാത്ത ഒരു കഴങ്ങനാണ് ആര്? ജോസ് കെ മാണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ തോളത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ നഷ്ടമാകും. പകരം കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താ അറിയോ? ജോസ് കെ മാണി ഒഴിവാക്കി 5 പേരെ എടുക്കുക. അങ്ങനെ അവർ കോൺഗ്രസ് ചേരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ വേറൊരു വിഭാഗമായി വരാൻ തയ്യാറാണ്. അവരെടുത്തിട്ട് ജോസഫ് ഗ്രൂപ്പിന് വിരോധം ഉണ്ടാവില്ല, മാണി സി കാപ്പിന് വിരോധം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? കോട്ടയത്ത് ആപ്പാടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇനി കോൺഗ്രസിന് ബന്ധം വേണ്ടൂ. എവിടെ? കാഞ്ഞിരപ്പള്ളിയും വൈക്കും, അല്ലെങ്കിൽ തന്നെ വിജയിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ അയ്യപ്പൻ്റെ കാര്യം, അതായത് ശബരിമല ഇഷ്യൂ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പിന്നെ ന്യൂനപക്ഷ വോട്ട് ഏകീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറം ഇരുന്ന് അങ്ങനെ കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പുറത്ത് മുസ്ലിം വോട്ട് ഒറ്റയടിക്ക് കോൺഗ്രസിലേക്ക് വരും, UDFിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഈ ജോസ് കെ മാണി എന്നുള്ള വിഴുപ്പ് വേണ്ടത്തെ കൊണ്ട് നടക്കുന്നത്? സാർ, വേറെ കാര്യം പറയണ്ടേ, ഇപ്പം അടുത്ത മാസം പകുതിയോടുകൂടി ഈ LDFിൻ്റെ ജാഥ തുടങ്ങിയാൽ തെക്കൻ മേഖലാ ജാഥ നയിക്കുന്നത് ബിനോയ് വിശ്വം, മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ജോസ് കെ മാണി, അതുപോലെ വടക്കൻ മേഖലാ ജാഥ നയിക്കുന്നത് MV ഗോവിന്ദൻ മാഷാണ്. അപ്പോൾ ഈ മധ്യമേഖലാ ജാഥ നയിക്കേണ്ട ജോസ് കെ മാണി ജാഥക്ക് മുമ്പേ തന്നെ പാർട്ടിയിലേക്ക് UDFിലേക്ക് കടന്നുപോയാൽ സത്യത്തിൽ UDFിന് ജോസ് കെ മാണി വന്നതുകൊണ്ട് സാറ് പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ LDFിനും ജോസ് കെ മാണി പോയതുകൊണ്ട് പ്രത്യേകിച്ചൊരു കോട്ടവും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അല്ല, കോട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് കുറഞ്ഞ വോട്ടിൻ്റെ ഭൂരിപക്ഷം പലർക്കും കിട്ടാൻ സാധ്യതയുള്ളതൊക്കെ ജോസ് കെ മാണീൻ്റെ കേരള കോൺഗ്രസിൻ്റെ മൊത്തത്തിൽ നിൽക്കുമ്പോൾ ഒരു വോട്ടിംഗ് പാറ്റേൺ കൊണ്ട് കുറേയൊക്കെ ഗുണം ചെയ്യും. പക്ഷേ ജോസ് കെ മാണി ഇനി എവിടെ നിന്നാലും അത് ഒരു അപശകുനാണ്. മാത്രമല്ല, അദ്ദേഹം മുമ്പ് BJPയുടെ കൂടെ പോകാൻ മന്ത്രിയാവാൻ വേണ്ടി പോയ ആളാണ്. അവിടെ കിട്ടാത്തതുകൊണ്ട് LDF പോയി എവിടെയും നിൽക്കാത്തൊരു കപ്പലിൽ നിന്ന് പൊളിഞ്ഞ് LDFിൽ നിൽക്കാന്ന് പറഞ്ഞാൽ LDF പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കപ്പലാണ്. വീണ ജോർജിൻ്റെ ഭാഷയിൽ ആടി ഒലിയുന്ന കപ്പലിൻ്റെ കപ്പിത്താൻ ഉണ്ടെന്ന് പറഞ്ഞത്. ആ കപ്പിത്താൻ അടക്കം മുങ്ങാനുള്ള ഒരു അവസ്ഥയിൽ ജോസ് കെ മാണി കൂടെ നിന്നാൽ മുങ്ങുമെന്ന് കൃത്യമായി മനസ്സിലാക്കി അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജോസ് കെ മാണി ഇപ്പോൾ അഭ്യാസമായി വന്നത്. കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ട UDFിലെ പ്രവർത്തകർക്കും അതേപോലെ അവർക്ക് അവസരം കൊടുക്കേണ്ട സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനം എടുത്താൽ അത് തിരിച്ചടിയായി മാറും
എന്നുള്ളതാണ് വരാൻ പോകുന്നത്. പക്ഷെ ജോസ് കെ മാണി ഇന്നലെ രാത്രിയായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഞാൻ വായിച്ചായിരുന്നു. അതിലും മുന്നണി വിടില്ല, LDF വിടില്ല എന്നുള്ളൊരു വ്യക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തത്. പക്ഷെ റോഷി അഗസ്റ്റിൻ തുടരും എന്നും പറഞ്ഞ് റോഷി അഗസ്റ്റിൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അല്ല, അതൊക്കെ ഇന്നും നാളെ ഒക്കെ മാറ്റം വരുത്താൻ വല്ല ബുദ്ധിമുട്ടില്ല. നമ്മൾക്കറിയാം റെജി ലൂക്കോസ് ഇന്നലെ വരെ BJPയെ കടന്നാക്രമിച്ച് മോദി കള്ളനാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മോദിയാണ് ദൈവം എന്ന് പറഞ്ഞ് വന്ന ആളല്ലേ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായം ഇരുമ്പോലേക്കല്ലാന്ന് തെളിയിക്കുന്ന ആൾക്കാരെ രാഷ്ട്രീയ നേതാക്കൾ മാറും. പ്രത്യേകിച്ചും ഈ ജോസ് കെ മാണി മുമ്പ് BJP ചാടാൻ പോയതാണ് മന്ത്രി സ്ഥാനം കിട്ടുക. അതിൻ്റെ പേരിലാണ് കെ മാണീനെ മോത്തടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ജോസ് കെ മാണിക്ക് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു ജോസ് കെ മാണി കക്ഷി ഏത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ എവിടെ ലാഭം കിട്ടുന്നത് അവിടെ നിൽക്കും. അവർക്ക് ജനങ്ങളുടെ ഉന്നമനം അല്ലല്ലോ ഉദ്ദേശം. ഇപ്പം എന്തായാലും മധ്യമേഖലാ ജാഥ നയിക്കാൻ ജോസ് കെ മാണി ഉണ്ടാവില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്തും അവിടുന്ന് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ ഏത് തരത്തിലും വീഴ്ത്താവുന്ന പല സാധനങ്ങളുണ്ട്. ജോസ് കെ മാണി സരിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഞെട്ടിക്കുന്ന തെളിവുകൾ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. സരിത ഇപ്പോൾ ആ പരാതിയുമായി മുന്നോട്ട് പോയാൽ ജോസ് കെ മാണി അറസ്റ്റിലാകും. അദ്ദേഹം ഇവിടുന്ന് പോയി ചെന്നൈ എയർപോർട്ടിൽ വെച്ചും ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ള വീട്ടിൽ വെച്ചിട്ടും അവരെ പീഡിപ്പിച്ചു എന്ന് റിട്ടേണായി എഴുതി കൊടുത്ത പരാതി ആരെടുത്തുണ്ട്? പിണറായിൻ്റെ അടുത്തുണ്ട്. സരിതേനെ ഉപയോഗിച്ചപ്പോൾ വേണമെങ്കിൽ പിണറായി അപ്പം തന്നെ ജോസ് കെ മാണിയെ പൊക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കച്ചവടം മാത്രമായി മാറുന്നൊരു കാലഘട്ടത്തിൽ നിലപാടുകളുമായി വരുന്ന VD സതീശൻ എന്തിനാണ് ഈ ജോസ് കെ മാണിയെ കൂട്ടാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. വിഴുപ്പിനെ ചുമക്കേണ്ട ആവശ്യമില്ല. വിഴുപ്പിനെ ചുമന്നിട്ട് അവസാനം മൊത്തത്തിൽ നാറുന്നൊരവസ്ഥയിലേക്ക് പോകരുത്. അതേസമയം ആയിഷയെ പോറ്റിയെ പോലെയുള്ള, G സുധാകരനെ പോലെയുള്ള, സുരേഷ് കുറുപ്പിനെ പോലെയുള്ള, റോഷി അഗസ്റ്റിനെ പോലെയുള്ള, ജയരാജനെ പോലുള്ള ആളുകൾ വരട്ടെ. സാറേ, അത് 3 ദിവസം മുമ്പേ ദീപികയുടെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഞാൻ ആ എഡിറ്റോറിയൽ വായിച്ചു. അപ്പോൾ എഡിറ്റോറിയലിൽ JB കോഷിക്ക് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ക്രൈസ്തവരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ വേണ്ട രീതിയിൽ ക്രിയാത്മകമായ ഇടപെടലുകളും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല തരത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ ഒരു സപ്പോർട്ടും ജോസ് കെ മാണിക്ക് ഉണ്ടാവില്ലേ, ഈ പ്രത്യേകിച്ച് UDFിലേക്കുള്ള പ്രവേശനത്തെ? അല്ല, ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചാൽ പാലാ ബിഷപ്പ്, ചങ്ങനാശ്ശേരി ബിഷപ്പ്, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്, ഈ 3 പേരും കൂടിയ കൂടിയുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ ഭാഗത്ത്. അതിൻ്റെ ഭാഗമാണ് ജോസ് കെ മാണി ഇത് ഉണ്ടാക്കുന്നതിന്. ജോസ് കെ മാണി അവരുടെ അടുത്ത് പോയി കാല് പിടിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് UDFിൽ സമ്മർദ്ദം ചെലുത്തിക്കുകയാണ്, ഇയാൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് UDF സമ്മർദ്ദത്തിലാവുന്നത്. അല്ലാതെ ജോസ് കെ മാണിയെ ആർക്കും വേണ്ട. ഇപ്പം ജോസ് കെ മാണി ബിഷപ്പുമാരെ കാല് പിടിച്ച് ഞാൻ അല്ലെങ്കിൽ ധോഗതിൻ്റെ സ്ഥിതി വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ കാല് പിടിക്കുകയാണ്. അല്ലാതെ അവർ കൃത്യമായി UDFിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതേപോലെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിന് നമ്മുടെ ചാണ്ടിയമ്മൻ ജയിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ പത്തനംതിട്ടയും കോട്ടയം ഇടുക്കിയും UDFിന് 2 സീറ്റ് മാത്രമാണ് നഷ്ടമാവുള്ളൂ. അതും ഈ ഇലക്ഷനിൽ ഉണ്ടാവുന്ന കൊടുങ്കാറ്റിൽ അവിടെയടക്കം വിജയിക്കും. പിന്നെ എന്തിനാണ് ഈ ജോസ് കെ മണീനെ കൊണ്ടിറക്കുന്നത്, ഈ വിഴുപ്പുവാണ്ടത്തെയും കൊണ്ട് വഴിയിൽ പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.